Chapter 14 Respiration and Plants. All of us breathe to live, but why is breathing so essential to life? What happens when we breathe? Also, do all living organisms, including plants and microbes, breathe? If so, how? അതായത് നമ്മൾ ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ബ്രീത്ത് ചെയ്യുന്നത് അല്ലേ? പക്ഷെ ബ്രീത്തിങ് എന്തുകൊണ്ടാണ് ഒരു എസെൻഷ്യൽ സംഭവമാവുന്നത്, അല്ലെങ്കിൽ ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യമാവുന്നത്? നമ്മൾ ബ്രീത്ത് ചെയ്യുമ്പോൾ എന്താണ് അവിടെ സംഭവിക്കുന്നത്? പിന്നെ എല്ലാ ലിവിങ് ഓർഗാനിസംസും ഇൻക്ലൂഡിങ് പ്ലാന്റ്സും മൈക്രോബ്സും എല്ലാ ലിവിങ് ഓർഗാനിസംസും ബ്രീത്ത് ചെയ്യുന്നുണ്ടോ? ഉണ്ടെങ്കിൽ എങ്ങനെ? അതാണ് ആദ്യത്തെ പാരഗ്രാഫിലെ കുറച്ച് ചോദ്യങ്ങൾ. ഇനി രണ്ടാമത്തെ പാരഗ്രാഫിലോട്ട് വരുമ്പോൾ, ഓൾ ലിവിങ് ഓർഗാനിസംസ് നീഡ് എനർജി ഫോർ ക്യാരിയിങ് ഔട്ട് ഡെയിലി ലൈഫ് ആക്ടിവിറ്റീസ്, ബീറ്റ് എബ്സോർപ്ഷൻ, ട്രാൻസ്പോർട്ട്, മൂവ്മെൻറ്റ്, റീപ്രൊഡക്ഷൻ ഓർ ഈവൻ ബ്രീത്തിങ്. അതായത് ലിവിങ് ഓർഗാനിസംസിന് എന്ത് ആക്ടിവിറ്റി ചെയ്യണമെങ്കിലും, ഡെയിലി ലൈഫിലുള്ള എന്ത് ആക്ടിവിറ്റി ചെയ്യണമെങ്കിലും എനർജി ആവശ്യമാണ്. അത് എബ്സോർപ്ഷൻ ആയിക്കോട്ടെ, ട്രാൻസ്പോർട്ട് ആയിക്കോട്ടെ, മൂവ്മെൻ്റ് ആയിക്കോട്ടെ, റീപ്രൊഡക്ഷൻ ആയിക്കോട്ടെ, ഈവൻ ഇപ്പം എന്തിനു പറയണം, ബ്രീത്ത് ചെയ്യാൻ വരെ, നമ്മളിപ്പോൾ ചെയ്യുന്ന ബ്രീത്തിങ്ങിന് വരെ നമുക്ക് എനർജി ആവശ്യമുണ്ട്. വേർ ഡസ് ഓൾ ദിസ് എനർജി കം ഫ്രം? എവിടെ നിന്നാണ് ഈ എനർജി വരുന്നത്? വി നോ വി ഈറ്റ് ഫുഡ് ഫോർ എനർജി, ബട്ട് ഹൗ ഇസ് ദിസ് എനർജി ടേക്കൺ ഫ്രം ഫുഡ്? നമുക്കറിയാം, നമുക്ക് എനർജി ആവശ്യമുള്ളപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കും അല്ലേ? പക്ഷേ ഭക്ഷണത്തിൽ നിന്ന് എങ്ങനെയാണ് നമുക്ക് ഈ എങ്ങനെയാണ് നമ്മൾ ആ എനർജി എടുക്കുന്നത്? ഓക്കെ, ഇനി ഹൗ ഇസ് ദിസ് എനർജി യൂട്ടിലൈസ്ഡ്? എങ്ങനെയാണ് നമ്മൾ ആ എനർജീനെ യൂട്ടിലൈസ് ചെയ്യുന്നത്? ഡു ഓൾ ഫുഡ്സ് ഗിവ് ദ സെയിം എമൗണ്ട് ഓഫ് എനർജി? എല്ലാ തരം ഭക്ഷണവും ഒരേ അളവിൽ എനർജി തരുമോ? ഇനി ഡു പ്ലാന്റ്സ് ഈറ്റ്? പ്ലാന്റ്സ് കഴിക്കുമോ, ഭക്ഷണം കഴിക്കുമോ? വേർ ഡു പ്ലാന്റ്സ് ഗെറ്റ് ദെയർ എനർജി ഫ്രം? പ്ലാന്റ്സിന് എവിടെ നിന്നാണ് അവരുടെ എനർജി കിട്ടുന്നത്? ആൻഡ് മൈക്രോ ഓർഗാനിസംസ് ഫോർ ദെയർ എനർജി നീഡ്സ് ഓർ റിക്വയർമെൻറ്റ്സ് ഡു ദേ ഈറ്റ് ഫുഡ്? അതായത് മൈക്രോ ഓർഗാനിസംസ് അവരുടെ എനർജി ആവശ്യങ്ങൾക്ക് വേണ്ടി ഭക്ഷണം കഴിക്കാറുണ്ടോ? അപ്പോൾ നമുക്കിവിടെ കാണാം, ഇവിടെ രണ്ട് പാരഗ്രാഫിൽ, ഇപ്പോൾ ആദ്യത്തെ പാരഗ്രാഫിലും രണ്ടാമത്തെ പാരഗ്രാഫിലായിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് തന്നിട്ടുള്ളത് അല്ലേ? ആദ്യത്തെ പാരഗ്രാഫിൽ അത് ബ്രീത്തിങ്ങിനെ പറ്റിയായിരുന്നു. ആൻഡ് രണ്ടാമത്തെ പാരഗ്രാഫിലാവട്ടെ അത് എനർജീനെ പറ്റിയായിരുന്നു, എനർജി. ഓക്കെ, അപ്പോൾ ഇനി അവർ പറയുന്നത്, യു മേ വണ്ടർ അറ്റ് ദ സെവറൽ ക്വസ്റ്റ്യൻസ് റേസ്ഡ് അബൌവ്, ദേ മേ സീം ടു ബി വെരി ഡിസ്കണക്റ്റഡ്. അതായത് നിങ്ങൾ ഈ രണ്ട് സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നും, ഓക്കെ, ഇത് രണ്ടും വ്യത്യസ്തമായ കാര്യങ്ങളാണല്ലോ, അല്ലെങ്കിൽ ഒരു ബന്ധമില്ലാത്ത കാര്യങ്ങളാണല്ലോ, ബ്രീത്തിങ്ങും എനർജിയും തമ്മിൽ വലിയ ബന്ധമൊന്നുമില്ലല്ലോ എന്ന് തോന്നും. പക്ഷേ ബട്ട് ഇൻ റിയാലിറ്റി ദി പ്രോസസ് ഓഫ് ബ്രീത്തിങ് ഈസ് വെരി മച്ച് കണക്റ്റഡ് ടു ദ പ്രോസസ് ഓഫ് റിലീസ് ഓഫ് എനർജി ഫ്രം ഫുഡ്. അതായത് ശരിക്കും ബ്രീത്തിങ് എന്ന് പറഞ്ഞ പ്രോസസ്സ് ഈ എനർജി റിലീസിങ് പ്രോസസ്സിനായിട്ട് വളരെയധികം ബന്ധമുള്ളൊരു സംഭവമാണ്. അപ്പോൾ എനർജിയും ബ്രീത്തിങ്ങും ഭയങ്കര ബന്ധമുള്ള രണ്ട് കാര്യങ്ങളാണ്. ലെറ്റ് us ട്രൈ ആൻഡ് അണ്ടർസ്റ്റാൻഡ് ഹൗ ദിസ് ഹാപ്പൻസ്. നമുക്ക് നോക്കി എങ്ങനെയാണ് നടക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കാം. ഓക്കെ, ഇനി all the energy required for life processes is obtained by oxidation of some macromolecules that we call food. അപ്പോൾ ഇതിലെന്താ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ നമ്മുടെ എല്ലാ ലൈഫ് പ്രോസസ്സിനും ആവശ്യമുള്ള എനർജിയും, ഇപ്പോൾ നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന എല്ലാ ലൈഫ് പ്രോസസ്സിനും ആവശ്യമുള്ള എനർജി നമുക്ക് ചില മാക്രോമോളിക്യൂൾസിൻ്റെ ഓക്സിഡേഷൻ കാരണമാണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഈ മാക്രോമോളിക്യൂൾസിനാണ് നമ്മൾ എന്തെന്ന് പറയുക, ഫുഡ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഫുഡിൻ്റെ ഓക്സിഡേഷൻ കാരണം, അല്ലെങ്കിൽ ചില മാക്രോമോളിക്യൂൾസിൻ്റെ ഓക്സിഡേഷനാണ് നമുക്ക് ലൈഫ് പ്രോസസ്സുകൾ റൺ ചെയ്യാനുള്ള എനർജി തരുന്നത്. ഓക്കെ, ഇനി ഓൺലി ഗ്രീൻ പ്ലാന്റ്സ് ആൻഡ് സയനോബാക്ടീരിയ ക്യാൻ പ്രിപ്പയർ ദെയർ ഓൺ ഫുഡ്. അപ്പോൾ ഇതിലെന്താ പറയുന്നത്? ഗ്രീൻ പ്ലാന്റ്സിനും സയനോബാക്ടീരിയയ്ക്കും മാത്രമേ അവർക്ക് ആവശ്യമുള്ള ഫുഡ് സ്വയം ഉണ്ടാക്കാനുള്ള കഴിവുള്ളൂ. അതെങ്ങനെയാണ് അവരത് ചെയ്യുന്നത്? ബൈ ദ പ്രോസസ് ഓഫ് ഫോട്ടോസിന്തസിസ് വഴിയാണ് അവർക്ക് ആവശ്യമുള്ള ഫുഡ് സ്വയം ഉണ്ടാക്കുന്നത്. എന്താണ് ഫോട്ടോസിന്തസിസിൽ അവരെന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, ദേ ട്രാപ്പ് ലൈറ്റ് എനർജി ആൻഡ് കൺവേർട്ട് ഇറ്റ് ഇൻ ടു കെമിക്കൽ എനർജി ദാറ്റ് ഇസ് സ്റ്റോർഡ് ഇൻ ദ ബോൺസ് ഓഫ് കാർബോഹൈഡ്രേറ്റ്സ് ലൈക്ക് ഗ്ലൂക്കോസ്, സൂക്രോസ് ആൻഡ് സ്റ്റാർച്ച്. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, അവർ ലൈറ്റ് എനർജീനെ ട്രാപ്പ് ചെയ്യും. ആദ്യം ലൈറ്റ് എനർജീനെ ട്രാപ്പ് ചെയ്ത് ആ എനർജീനെ കെമിക്കൽ എനർജിയാക്കി മാറ്റും. ഓക്കെ, ആ കെമിക്കൽ എനർജീനെ
അവർ കാർബോഹൈഡ്രേറ്റ്സിൻ്റെ ബോണ്ടുകളിൽ സ്റ്റോർ ചെയ്യും. കാർബോഹൈഡ്രേറ്റ്സ് എന്ന് പറയുമ്പോൾ ഈ ഗ്ലൂക്കോസ്, സൂക്രോസ്, സ്റ്റാർച്ച് പോലെയുള്ള കോമ്പൗണ്ട്സ് അതിൻ്റെ ബോണ്ടുകളിൽ ആ കെമിക്കൽ എനർജീനെ സ്റ്റോർ ചെയ്യും. അപ്പോൾ എന്താണ് ഫോട്ടോസിന്തസിസ്? ഫോട്ടോസിന്തസിസ് എന്ന് പറയുമ്പോൾ ലൈറ്റ് എനർജീനെ ട്രാപ്പ് ചെയ്ത് അതിനെ കെമിക്കൽ എനർജി ആക്കി കൺവേർട്ട് ചെയ്ത് ആ കെമിക്കൽ എനർജീനെ കാർബോഹൈഡ്രേറ്റ്സിൻ്റെ ബോൺസിൽ സ്റ്റോർ ചെയ്യാം. ഓക്കെ, ഇനി we must remember that in green plants too, not all cells, tissues and organs photosynthesize. അപ്പോൾ ഇത് പറയുന്നത് ഇപ്പോൾ പ്ലാന്റ്സിൽ പോലും, ഗ്രീൻ പ്ലാന്റ്സിൽ പോലും എല്ലാ സെൽസും ടിഷ്യൂസും ഓർഗൻസും ഫോട്ടോസിന്തസിസ് ചെയ്യുന്നില്ല. ഓക്കെ, ഏതൊക്കെ സെൽസാണ് ചെയ്യുന്നത്? ഓൺലി സെൽസ് കണ്ടെയ്നിങ് ക്ലോറോപ്ലാസ്റ്റ് ദാറ്റ് ആർ മോസ്റ്റ് ഓഫൺ ലൊക്കേറ്റഡ് ഇൻ ദ സൂപ്പർഫിഷ്യൽ ലെയേഴ്സ് ക്യാരി ഔട്ട് ഫോട്ടോസിന്തസിസ്. അതായത് ക്ലോറോപ്ലാസ്റ്റ് അടങ്ങിയിട്ടുള്ള സെൽസ് അവരെവിടെ കാണുക? സൂപ്പർഫിഷ്യൽ ലെയേഴ്സ് എന്ന് പറയുമ്പോൾ പുറമേയുള്ള ഭാഗം. ഓക്കെ, ഇപ്പോൾ ഒരു പ്ലാന്റ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ചുറ്റിനുള്ള പുറത്തുള്ള ലെയേഴ്സിലുള്ള സെൽസിലാണ് ക്ലോറോപ്ലാസ്റ്റ് ഉണ്ടാവുക. ആ സെൽസാണ് ഫോട്ടോസിന്തസിസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ബാക്കിയുള്ള സെൽസോ? ഹെൻസ് ഈവൻ ഇൻ ഗ്രീൻ പ്ലാന്റ്സ് ഓൾ അതർ ഓർഗൻസ്, ടിഷ്യൂസ് ആൻഡ് സെൽസ് ദാറ്റ് ആർ നോൺ ഗ്രീൻ നീഡ് ഫുഡ് ഫോർ ഓക്സിജൻ. അപ്പോൾ ഗ്രീൻ പ്ലാന്റ്സിൽ പോലും ബാക്കി ഓർഗൻസ്, ടിഷ്യൂസ് ആൻഡ് സെൽസ്, ബാക്കി എന്ന് പറയുമ്പോൾ ഗ്രീൻ അല്ലാത്ത ക്ലോറോപ്ലാസ്റ്റ് അടങ്ങാത്ത സെൽസിനും ടിഷ്യൂസിനും ഓർഗൻസിനും ഭക്ഷണം വേണം. ഓക്കെ, ആ ഭക്ഷണമാണ് അവർക്ക് ഓക്സിഡൈസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഓക്സിഡേഷന് വേണ്ടിയിട്ട് അവർക്ക് എന്താ വേണ്ടത്? ഭക്ഷണം വേണം, എന്നാലേ അവർക്ക് എനർജി കിട്ടൂ. ഹെൻസ് ഫുഡ് ഹാസ് ടു ബി ട്രാൻസ്ലൊക്കേറ്റഡ് ടു ഓൾ നോൺ ഗ്രീൻ പാർട്സ്. അതായത് നമുക്കറിയാം ഗ്രീൻ പാർട്സ് സ്വന്തമായി ഭക്ഷണം ഉണ്ടാക്കും. അപ്പോൾ നോൺ ഗ്രീൻ പാർട്സ്, അതായത് സ്വന്തമായി ഭക്ഷണം ഉണ്ടാക്കാത്ത ഭാഗത്തേക്ക് ഈ ഗ്രീൻ പാർട്സ് എന്ന് വേണം നമുക്ക് ഫുഡിനെ കൊണ്ടുപോകാൻ, ട്രാൻസ്ലൊക്കേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ട്രാൻസ്പോർട്ട് ചെയ്യാൻ. ഓക്കെ, ഇനി ആനിമൽസ് ആർ ഹെട്രോട്രോഫിക്, ദാറ്റ് ഈസ് ദേ ഒബ്റ്റെയിൻ ഫുഡ് ഫ്രം പ്ലാന്റ്സ് ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി. ഓക്കെ, അപ്പോൾ ആനിമൽസ് എന്ന് പറയുന്നത് എന്താ? ആനിമൽസ് എന്ന് പറയുന്നത് ഒരു ഹെട്രോട്രോഫിക് ആണ്. ഹെട്രോട്രോഫിക് എന്ന് പറഞ്ഞാൽ എന്താ? അതിൻ്റെ അർത്ഥം ദേ ഒബ്റ്റെയിൻ ഫുഡ് ഫ്രം പ്ലാന്റ്സ് ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി. അപ്പോൾ ഡയറക്റ്റായിട്ട് പ്ലാന്റ്സിൽ നിന്ന് ഫുഡ് എടുക്കുന്നതിന് നമ്മൾ ഹെർബിവോർസ് എന്ന് പറയും. ഓക്കെ, പുല്ല് തിന്നുന്ന ആനിമൽസിനെ നമ്മൾ ഹെർബിവോർസ് എന്ന് പറയും. ഇൻഡയറക്ട്ലി അവർ കാർണിവേഴ്സ്, അതായത് പുല്ല് തിന്നുന്ന ഈ ഹെർബിവോർസിനെ കഴിക്കുന്ന ആനിമൽസിനെയാണ് നമ്മൾ കാർണിവോർസ് എന്ന് പറയാം. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതാണ് പ്ലാന്റ്, ഇതാണ് നമ്മുടെ പ്ലാന്റ്. ഓക്കെ, ഇതാണ് നമ്മുടെ പ്ലാന്റ് എന്ന് വിചാരിച്ചു. ഇതിനെ കഴിക്കുന്ന ഒരു എ ആനിമൽ ഉണ്ട്, ഇത് കൂടാതെ ഒരു ബി ആനിമൽ ഉണ്ട്. ഈ ബി ആനിമൽ എനെയാണ് കഴിക്കുക. അപ്പോൾ എ പ്ലാന്റിനെ കഴിക്കും, ബി ഈ എ ആനിമലിനെ കഴിക്കും. അപ്പോൾ എക്ക് എവിടെ നിന്ന് എനർജി കിട്ടുന്നത്? എക്ക് എനർജി കിട്ടുന്നത് ഈ പ്ലാന്റിൽ നിന്നാണ്, അല്ലേ? ഈ ബിക്ക് എനർജി കിട്ടുന്നത് എ എന്ന് പറയുന്ന ആനിമലിൽ നിന്നാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത്? എക്ക് ആവശ്യമുള്ള എനർജി പ്ലാന്റിൽ നിന്ന് കിട്ടും, ബിക്ക് ആവശ്യമുള്ള എനർജി എ എന്ന് കിട്ടും. അപ്പോൾ എ ഡയറക്ട്ലി പ്ലാന്റ്സിനായിട്ട് ഡിപ്പെൻഡൻ്റ് ആണ്. ബിക്ക് എവിടെ നിന്ന് എനർജി കിട്ടുന്നത്? ബിക്ക് എ എന്നാണ് കിട്ടുന്നത്, പക്ഷേ എക്ക് കിട്ടുന്നത് പ്ലാന്റ്സിൽ നിന്ന്. അപ്പോൾ ബി എന്ന് പറയുന്നത് ഇൻഡയറക്റ്റ് ആയിട്ട് പ്ലാന്റ്സിനെ തന്നെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഓക്കെ, ഇൻഡയറക്റ്റ് ആയിട്ട് പ്ലാന്റ്സിൽ നിന്ന് തന്നെയാണ് അവർക്ക് ഈ എനർജി കിട്ടുന്നത്. ഓക്കെ, മനസ്സിലായല്ലോ. ഇനി സാപ്രോഫൈറ്റ്സ് ലൈക്ക് ഫഞ്ചൈ ആർ ഡിപ്പെൻഡൻ്റ് ഓൺ ഡെഡ് ആൻഡ് ഡീക്കേയിങ് മാറ്റർ. സാപ്രോഫൈറ്റ്സ് ലൈക്ക് ഫഞ്ചൈ ആർ ഡിപ്പെൻഡൻ്റ് ഓൺ ഡെഡ് ആൻഡ് ഡീക്കേയിങ് മാറ്റർ. അപ്പോൾ സാപ്രോഫൈറ്റ്സ് എന്താണെന്ന് മനസ്സിലായല്ലോ. സാപ്രോഫൈറ്റ്സ് എന്ന് പറയുന്നത് ഈ ഡെഡ് ആൻഡ് ഡീക്കേയിങ് മാറ്ററിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ആൾക്കാർ. അപ്പോൾ സാപ്രോഫൈറ്റ്സ് എന്ന് പറയുന്നത് ഡിപ്പെൻഡ്സ് ഓൺ ഡെഡ് ആൻഡ് ഡീക്കേയിങ് മാറ്റർ. അപ്പോൾ അവർ ഈ ചത്ത് അഴുകുന്ന മാറ്ററിന്, അല്ലെങ്കിൽ മൃഗങ്ങളാവാം, പ്ലാന്റ്സ് ആവാം, എന്താണോ അതിനെയാണ് അവർ ഭക്ഷണമാക്കുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള ജീവികളെയാണ് സാപ്രോഫൈറ്റ്സ് എന്ന് വിളിക്കുക. അതിന് എക്സാമ്പിളാണ് ഫഞ്ചൈ. ഓക്കെ, ഇനി വാട്ട് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു റെക്കഗ്നൈസ് is that ultimately all the food that is required for life processes comes from photosynthesis. അപ്പോൾ ഇതിലെന്താ പറയുന്നത് വെച്ചാൽ നമ്മൾ കുറച്ച് നേരത്തെ പറഞ്ഞു പ്ലാന്റ്സ് ഭക്ഷണം ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്? ഫോട്ടോസിന്തസിസ് വഴിയാണ്. ഇനി ആനിമൽസിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു, അവർ ഹെട്രോട്രോഫിക് ആണ്, അവർ ഡയറക്റ്റ്ലി ഓർ ഇൻഡയറക്റ്റ്ലി പ്ലാന്റ്സിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. പ്ലാന്റ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന പറയുമ്പോൾ അവർ ചെയ്യുന്ന ഫോട്ടോസിന്തസിസിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഓക്കെ, ഇനി സാപ്രോഫൈറ്റ്സ് എന്ന് പറഞ്ഞു അവർ ഡിപ്പെൻഡ് ചെയ്യുന്നത് ഡെഡ് ആൻഡ് ഡീക്കേയിങ് മാറ്ററിനെയാണ്. ഈ ഡെഡ് ആൻഡ് ഡീക്കേയിങ് മാറ്റർ എന്ന് പറയുമ്പോൾ ഒന്നെങ്കിൽ പ്ലാന്റ്സ് അല്ലെങ്കിൽ ആനിമൽസ് ആയിരിക്കും, നമ്മൾ പറഞ്ഞല്ലോ. ഓക്കെ, അപ്പോൾ ഇവരും ഇൻഡയറക്ട്ലി
ഫോട്ടോസിന്തസിസിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതിലെന്താ പറയുന്നത്, ഈ സെൻറ്റൻസ് പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ ഫുഡും, ലൈഫ് പ്രോസസ്സുകൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ഫുഡും എവിടുന്നാണ് വരുന്നത്? ഫോട്ടോസിന്തസിസ് എന്നാണ് വരുന്നത്. ഓക്കെ, മനസ്സിലായല്ലോ. ഇനി ദിസ് ചാപ്റ്റർ ഡീൽസ് വിത്ത് സെല്ലുലാർ റെസ്പിറേഷൻ. നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത് സെല്ലുലാർ റെസ്പിറേഷനെ പറ്റിയിട്ടാണ്. ഇതിനെ പറ്റിയിട്ടാണ് ഈ ചാപ്റ്ററിൽ പറയുന്നത്, സെല്ലുലാർ റെസ്പിറേഷൻ. അപ്പോൾ എന്താണ് സെല്ലുലാർ റെസ്പിറേഷൻ? സെല്ലുലാർ റെസ്പിറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സെല്ലുലാർ റെസ്പിറേഷൻ എന്ന് പറയുന്നത് ദി മെക്കാനിസം ഓഫ് ബ്രേക്ക് ഡൗൺ ഓഫ് ഫുഡ് മെറ്റീരിയൽസ് വിത്തിൻ ദ സെൽ ടു റിലീസ് എനർജി ആൻഡ് ദ ട്രാപ്പിംഗ് ഓഫ് ദിസ് എനർജി ഫോർ സിന്തസിസ് ഓഫ് ATP. അപ്പോൾ ഇതിൽ പറയുന്നത് നമ്മൾ ഫുഡ് മെറ്റീരിയൽസിനെ സെല്ലിൻ്റെ ഉള്ളിൽ ബ്രേക്ക് ഡൗൺ ചെയ്ത് അതിൽ നിന്ന് എനർജി റിലീസ് ചെയ്യിപ്പിച്ച് ആ എനർജി ഉപയോഗിച്ച് ആ എനർജി ട്രാപ്പ് ചെയ്ത് നമ്മൾ ATP ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ സിന്തസൈസ് ചെയ്യുന്നു, ATP ഉണ്ടാക്കുന്നു. അപ്പോൾ ഈ പ്രോസസ്സിൻ്റെ മെക്കാനിസത്തെയാണ് നമ്മൾ സെല്ലുലാർ റെസ്പിറേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഒരു മെക്കാനിസം, ഇങ്ങനെ ഫുഡ് മെറ്റീരിയൽസിനെ ബ്രേക്ക് ഡൗൺ ചെയ്ത് സെല്ലിൻ്റെ ഉള്ളിൽ ബ്രേക്ക് ഡൗൺ ചെയ്ത് എനർജി റിലീസ് ചെയ്യിപ്പിച്ച് ആ എനർജി ഉപയോഗിച്ച് ATP ഉണ്ടാക്കുന്ന ഈ ഒരു മെക്കാനിസത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സെല്ലുലാർ റെസ്പിറേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി എന്താ? ഇനി അടുത്ത പാരഗ്രാഫ്. ഫോട്ടോസിന്തസിസ് ഓഫ് കോഴ്സ് ടേക്സ് പ്ലേസ് വിത്തിൻ ദ ക്ലോറോപ്ലാസ്റ്റ്, whereas the breakdown of complex molecules to yield energy takes place in the cytoplasm and in the mitochondria. ഓക്കെ, ഇതിൽ പറയുന്നത് ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്നത് ക്ലോറോപ്ലാസ്റ്റിലാണ് നടക്കുക. അപ്പോൾ നമ്മൾ യൂക്കാരിയോട്സിൻ്റെ കേസാണ് സംസാരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഫോട്ടോസിന്തസിസ് എവിടെയാണ് നടക്കുക? ക്ലോറോപ്ലാസ്റ്റുകളിൽ. പക്ഷേ ഈ ബ്രേക്കിംഗ് ഡൗൺ ഓഫ് കോംപ്ലക്സ് മോളിക്യൂൾസ് ടു yield എനർജി ടേക്സ് പ്ലേസ്, അതായത് റെസ്പിറേഷൻ. ഓക്കെ, അത് എവിടെ സംഭവിക്കുന്നത്? അത് സൈറ്റോപ്ലാസത്തിലും മൈറ്റോകോൺട്രിയയിലും ആയിട്ടാണ് സംഭവിക്കുക. അതായത് പകുതി ആ പ്രോസസ്സിൻ്റെ കുറച്ച് ഭാഗം സൈറ്റോപ്ലാസത്തിൽ നടക്കും, ബാക്കി മൈറ്റോകോൺട്രിയയിലാണ് സംഭവിക്കുക. ഓക്കെ, മനസ്സിലായല്ലോ. അപ്പോൾ ഇത് ഓർത്ത് വയ്ക്കുക. ക്ലോറോപ്ലാസ്റ്റ്, പിന്നെ എന്തായിരുന്നു? സൈറ്റോപ്ലാസം ആൻഡ് മൈറ്റോകോൺട്രിയ. ക്ലോറോപ്ലാസ്റ്റിലാണ് എന്ത് നടക്കുക? ഫോട്ടോസിന്തസിസ് നടക്കുക. സൈറ്റോപ്ലാസ്റ്റിലും മൈറ്റോകോൺട്രിയയിലും ആയിട്ടാണ് നമ്മുടെ റെസ്പിറേഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സ് നടക്കുക. അപ്പോൾ റെസ്പിറേഷൻ ആയിരിക്കാണ് നമ്മൾ വരുന്നത്. The breaking of the CC bonds of complex compounds through oxidation within the cells leading to release of considerable amount of energy is called respiration. അതായത് നമ്മുടെ കോംപ്ലക്സ് കോമ്പൗണ്ട്സ് പറയുമ്പോൾ മാക്രോ മോളിക്യൂൾസ്, അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ ഫുഡ്, അതിന് നമുക്ക് ഫുഡ് എന്നും പറയാം. ഫുഡിലുള്ള കാർബൺ ബോണ്ട്സിനെ ബ്രേക്ക് ചെയ്യുക. എവിടെ വെച്ച്? സെൽസിനുള്ളിൽ വെച്ച് ഫുഡിലുള്ള കാർബൺ ബോണ്ട്സിനെ ബ്രേക്ക് ചെയ്ത് അതിൽ നിന്ന് എനർജി റിലീസ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുക? റെസ്പിറേഷൻ എന്ന് പറയുക. ഓക്കെ, അപ്പോൾ അതിനെയാണ് നമ്മൾ റെസ്പിറേഷൻ എന്ന് പറയുക. ഓക്കെ, മനസ്സിലായല്ലോ. അപ്പോൾ നമ്മൾ റെസ്പിറേഷൻ എന്താണെന്ന് പറഞ്ഞു. അപ്പോൾ അതിന് മുമ്പ് നമ്മൾ സെല്ലുലാർ റെസ്പിറേഷൻ എന്താണെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ സെല്ലുലാർ റെസ്പിറേഷൻ നമ്മൾ കുറച്ചുകൂടി സ്പെസിഫിക് ആണ്. സെല്ലിനുള്ളിൽ ഫുഡിനെ ബ്രേക്ക് ഡൗൺ ചെയ്ത് ആ എനർജി വെച്ച് നമ്മൾ ATP ഉണ്ടാക്കുന്നു. അപ്പോൾ ആ ഒരു മെക്കാനിസത്തെയാണ് നമ്മൾ സെല്ലുലാർ റെസ്പിറേഷൻ എന്ന് പറയുന്നത്. റെസ്പിറേഷൻ എന്ന് പറഞ്ഞൊരു ജനറൽ ടേം ആണ്. ഓക്കെ, ഫുഡിന്ന് ബ്രേക്ക് ഡൗൺ കാർബൺ ബോണ്ട്സ് ബ്രേക്ക് ഡൗൺ ചെയ്യുക, ഫുഡിനെ ബ്രേക്ക് ഡൗൺ ചെയ്ത് എനർജി റിലീസ് ചെയ്യുന്ന ആ ഒരു ഹോൾ പ്രോസസ്സിനെ നമ്മൾ ജനറൽ ആയിട്ട് റെസ്പിറേഷൻ എന്ന് പറയും. അതിലുള്ള ഒരു മെക്കാനിസമാണ് ഈ സെല്ലുലാർ റെസ്പിറേഷൻ. ഓക്കെ, മനസ്സിലായല്ലോ. ഇനി the compounds that are oxidized during this process are known as respiratory substrates. നമ്മൾ പറഞ്ഞു കുറച്ച് കോമ്പൗണ്ട്സിനെ ബ്രേക്ക് ഡൗൺ ചെയ്യുക, അല്ലെങ്കിൽ ഓക്സിഡേഷൻ ചെയ്ത് ആണ് നമ്മൾ എന്താ പറയുക എനർജി റിലീസ് ചെയ്യിപ്പിക്കുന്നത്. അപ്പം ആ കോമ്പൗണ്ട്സ്, ഏത് കോമ്പൗണ്ടിനെയാണോ നമ്മൾ ഓക്സിഡൈസ് ചെയ്യിപ്പിക്കുന്നത് അല്ലെങ്കിൽ ബ്രേക്ക് ഡൗൺ ചെയ്യിക്കുന്നത്, ആ കോമ്പൗണ്ടിനെയാണ് നമ്മൾ റെസ്പിറേറ്ററി സബ്സ്ട്രേറ്റ് എന്ന് പറയുക. റെസ്പിറേറ്ററി സബ്സ്ട്രേറ്റ്. ഓക്കെ, ഇതേ റെസ്പിറേറ്ററി സബ്സ്ട്രേറ്റ്. മനസ്സിലായല്ലോ. ഇനി യൂഷ്വലി carbohydrates are oxidized to release energy, but proteins, fats, and even organic acids can be used as respiratory substances in some plants under certain conditions. ഓക്കെ, അപ്പോൾ ഇതിൽ പറയുന്നത് പൊതുവേ നമ്മൾ കാർബോഹൈഡ്രേറ്റ്സിനെയാണ് ഓക്സിഡൈസ് ചെയ്യിപ്പിച്ച് എനർജി ഉണ്ടാക്കുന്നത്. പക്ഷേ ചില സമയങ്ങളിൽ, ചില കണ്ടീഷനുകളിൽ, ചില പ്ലാന്റ്സിൽ പ്രോട്ടീൻസിനെയും ഫാറ്റ്സിനെയും ഈവൻ ഓർഗാനിക് ആസിഡ്സിനെയും വരെ നമ്മൾ റെസ്പിറേറ്ററി സബ്സ്റ്റൻസുകളായിട്ട് ഉപയോഗിക്കാറുണ്ട്, അല്ലെങ്കിൽ സബ്സ്ട്രേറ്റ്സുകളായിട്ട് ഉപയോഗിക്കാറുണ്ട്. അല്ലെങ്കിൽ പ്രോട്ടീൻസിനെയും ഫാറ്റ്സിനെയും ഓർഗാനിക് ആസിഡ്സിനെയും വരെ ബ്രേക്ക് ഡൗൺ ചെയ്ത് നമ്മൾ, അല്ലെങ്കിൽ ഓക്സിഡൈസ് ചെയ്ത് നമ്മൾ എനർജി റിലീസ് ചെയ്യിപ്പിക്കലുണ്ട്. ഓക്കെ, മനസ്സിലായല്ലോ. ഇനി ഡ്യൂറിങ് ഓക്സിഡേഷൻ വിത്തിൻ എ സെൽ all the energy contained in respiratory substrates is not released free into the cell or in a single step. അപ്പോൾ ഇതിൽ പറയുന്നത് ഓക്സിഡേഷൻ നടക്കുമ്പോൾ, ഒരു സെല്ലിനുള്ള ഓക്സിഡേഷൻ നടക്കുകയാണെങ്കിൽ
ആ ഒരു ഭക്ഷണത്തിൽ, ഫുഡിൽ അല്ലെങ്കിൽ റെസ്പിറേറ്ററി സബ്സ്ട്രേറ്റിലുള്ള എനർജീനെ നമ്മൾ ഫ്രീ ആയി വെറുതെ അങ്ങനെ സെല്ലിലേക്ക് അഴിച്ചു വിടുകയല്ല ചെയ്യുക, റിലീസ് ചെയ്യുകയല്ല ചെയ്യുക. ഓക്കെ, അത് മാത്രമല്ല അതൊരു സിംഗിൾ സ്റ്റെപ്പിൽ നടക്കുന്ന ഒരു പ്രോസസ്സും അല്ല. ഓക്കെ, മനസ്സിലായല്ലോ. അപ്പോൾ അതെങ്ങനത്തെ പ്രോസസ്സാണ്? ഇറ്റ് ഈസ് റിലീസ്ഡ് ഇൻ എ സീരീസ് ഓഫ് സ്ലോ സ്റ്റെപ്പ് വൈസ് റിയാക്ഷൻസ് കൺട്രോൾഡ് ബൈ എൻസൈംസ് ആൻഡ് ഇറ്റ് ഇസ് ട്രാപ്ഡ് ആസ് കെമിക്കൽ എനർജി ഇൻ ദ ഫോം ഓഫ് ATP. അപ്പോൾ നമ്മൾ പറഞ്ഞു ഒറ്റ സ്റ്റെപ്പല്ല എന്ന് പറഞ്ഞു. അപ്പോൾ അത് എങ്ങനത്തെ സ്റ്റെപ്പാണ്? സ്ലോ ആയിട്ടുള്ള സ്റ്റെപ്പ് വൈസ് റിയാക്ഷൻസ് ആണ് നടക്കുക. ഓക്കെ, അപ്പോൾ അതൊരു സീരീസ് ഓഫ് സ്ലോ സ്റ്റെപ്പ് വൈസ് റിയാക്ഷൻസ് ആണ്. അത് എന്തിൻ്റെ കൺട്രോളാണ് നടക്കുക? ബോഡിയിലുള്ള എൻസൈംസിൻ്റെ കൺട്രോളിൽ നടക്കുന്ന റിയാക്ഷൻസ് ആണത്. ഓക്കെ, പിന്നെ നമ്മൾ പറഞ്ഞു ഈ എനർജീനെ നമ്മൾ വെറുതെ റിലീസ് ചെയ്യല്ല ചെയ്യുക സെല്ലിലേക്ക്. നമ്മൾ എന്താ ചെയ്യുക? ആ എനർജീനെ ആദ്യം ട്രാപ്പ് ചെയ്ത്, കെമിക്കൽ എനർജി ആക്കി ട്രാപ്പ് ചെയ്ത് അതിനെ ATP ആക്കി മാറ്റും. ഓക്കെ, ആ എനർജീനെ നമ്മൾ ATP ആക്കി മാറ്റും. ഇനി hence it is important to understand that the energy released by oxidation in respiration is not used directly but is used to synthesize ATP, which is broken down whenever energy needs to be utilized. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഓക്സിഡേഷൻ കാരണം റിലീസ് ചെയ്യപ്പെടുന്ന എനർജീനെ നമ്മൾ ഡയറക്റ്റ് യൂസ് ചെയ്യില്ല. സെൽസ് ഒരിക്കലും ആ എനർജീനെ ഡയറക്റ്റ് യൂസ് ചെയ്യില്ല. പകരം അത് ആ എനർജി ഉപയോഗിച്ച് ATP ഉണ്ടാക്കും, സിന്തസൈസ് ATP ഉണ്ടാക്കിയിട്ട് നമുക്ക് എപ്പോഴാണോ എനർജി ആവശ്യം അപ്പോഴൊക്കെ ഈ ATPനെ ബ്രേക്ക് ചെയ്ത് എനർജി ഉപയോഗിക്കും. ഓക്കെ, ഈ ATP ഉപയോഗിച്ച് നമ്മൾ എനർജി ഉണ്ടാക്കി ആ എനർജീനെ യൂസ് ചെയ്യും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഹെൻസ് ATP ആക്ട്സ് ആസ് ദി എനർജി കറൻസി ഓഫ് ദി സെൽ. അപ്പോൾ ATP അതുകൊണ്ട് തന്നെ നമ്മൾ ATPനെ എനർജി കറൻസി ഓഫ് സെൽ എന്നാണ് വിളിക്കുക. എനർജി കറൻസി ഓഫ് സെൽ എന്ത്? ATP ഈസ് ദ എനർജി കറൻസി ഓഫ് ദ സെൽ. അതായത് നമുക്കറിയാം കറൻസി എന്ന് പറഞ്ഞാൽ എന്താ? പൈസ എന്താ ചെയ്യുക? നമുക്ക് എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ ആ പൈസ കൊടുത്തിട്ടാണ് നമ്മൾ ആ സാധനം, ആ കാര്യം നടത്തുക അല്ലേ, അല്ലെങ്കിൽ ആ സംഭവം വാങ്ങുക. അപ്പോൾ നമുക്ക് എനർജി ആവശ്യമില്ല, അപ്പോൾ നമ്മൾ ആദ്യം ATP കൊടുക്കും, എന്നിട്ട് എനർജീനെ ഉണ്ടാക്കും. ഓക്കെ, ഇനി this energy trapped in ATP is utilized in various energy requiring processes of the organisms. നമ്മളിപ്പോൾ പറഞ്ഞു ഈ ATP ഉപയോഗിച്ചിട്ടാണ് അതിലത്തെ എനർജീനെ നമ്മൾ ATPനെ ബ്രേക്ക് ചെയ്തിട്ടാണ് നമുക്ക് ആവശ്യമുള്ള എനർജീനെ യൂട്ടിലൈസ് ചെയ്യുന്നത്. ഇനി ആൻഡ് ദ കാർബൺ സ്കെലട്ടൺ പ്രൊഡ്യൂസ്ഡ് ഡ്യൂറിങ് റെസ്പിറേഷൻ ഈസ് യൂസ്ഡ് ആസ് പ്രീകേഴ്സേഴ്സ് ഫോർ ബയോസിന്തസിസ് ഓഫ് അതർ മോളിക്യൂൾസ് ഇൻ ദ സെൽ. അപ്പോൾ ഇതിലെന്താ പറയുന്നത്? അപ്പോൾ നമുക്കറിയാം ഈ റെസ്പിറേഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സ് നടക്കുമ്പോൾ, ഓക്കെ, നമ്മൾ ഈ ഫുഡിനെ ഓക്സിഡൈസ് ചെയ്യുന്ന ഈ ഒരു പ്രോസസ്സ് നടക്കുമ്പോൾ ഉണ്ടാവുന്ന കുറച്ച് കാർബൺ സ്കെലറ്റൻസ് എന്ന് പറയുമ്പോൾ ഉണ്ടാവുന്ന കുറച്ച് പ്രോഡക്ട്സ്, കാർബൺ വെച്ചുണ്ടാക്കിയിട്ടുള്ള കുറച്ച് പ്രോഡക്ട്സ് നമുക്ക് എന്തിനു ഉപകാരപ്പെടും? ബയോസിന്തസിസ് ഓഫ് അതർ മോളിക്യൂൾസ്. മറ്റ് ചില മോളിക്യൂൾസിനെ നമുക്ക് നമ്മുടെ സെല്ലിൽ ഉണ്ടാക്കാനായിട്ട് നമുക്ക് ഈ ഒരു റെസ്പിറേഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സിൽ കിട്ടുന്ന പല പ്രോഡക്റ്റുകളെയും ഉപയോഗിക്കാം. ഓക്കെ, അതായത് ക്ലിയർ ആയിട്ടില്ലെങ്കിൽ ഒന്നും കൂടെ, റെസ്പിറേഷൻ നടക്കുമ്പോൾ നമുക്ക് കുറച്ച് പ്രോഡക്ട്സ് കിട്ടും. ഓക്കെ, ഓരോ സ്റ്റെപ്പിലും ഓരോരോ പ്രോഡക്റ്റുകൾ ഉണ്ടാവും. അപ്പോൾ ആ പ്രോഡക്റ്റുകളെ നമുക്ക് വേണമെങ്കിൽ വേറെ മോളിക്യൂൾസ് ഉണ്ടാക്കാനായിട്ട് ഉപയോഗപ്പെടുത്താം. പ്രീകേഴ്സേഴ്സ് എന്ന് പറയുമ്പോൾ അതിന് ഉപയോഗിക്കാവുന്ന ഒരു സ്റ്റെപ്പിംഗ് സ്റ്റോൺ പോലെ ഉപയോഗിക്കാം. ഓക്കെ, ഈ ഒരു മോളിക്യൂൾ വെച്ച് നമുക്ക് വേറെ ഉണ്ടാക്കാം, അതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, മനസ്സിലായല്ലോ. അപ്പോൾ അതെ, ഈ പാർട്ട് കഴിഞ്ഞു. ഇനി അടുത്ത വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു സെക്ഷൻ ആയിരിക്കും, ഡു പ്ലാൻസ് ബ്രീത്ത്. ഓക്കെ, അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളാണെങ്കിൽ ഉറപ്പായും സബ്സ്ക്രൈബ് ചെയ്യുക, കാരണം നമ്മൾ നല്ല അടിപൊളി കണ്ടന്റ് പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ഗുഡ് ബൈ.